السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നാം ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തിയും വൈകല്യങ്ങൾ തീർത്ത് പൂർണ്ണമായ രീതിയിൽ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. കേരളം നേരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റാഗിങ്ങിനെ കുറിച്ചും പൊതുവെ മനുഷ്യർ മാനവികമായ മൂല്യങ്ങളിൽ നിന്ന് തെന്നിമാറി മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പ്രതിഷേധിക്കും വിധം ക്രൂരരും അക്രമകാരികളുമാകുന്നതിനെ കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മനുഷ്യനായി വളരാനും വളർത്താനുമാണ് ഇസ്ലാമിൻ്റെ ശ്രമം. തീർച്ചയായും അതിക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സാധിക്കുക മനുഷ്യർക്കാണ്, മൃഗങ്ങൾക്കല്ല. മൃഗങ്ങളുടെ നൈസർഗികമായ ചോദനകൾക്കനുസരിച്ച് അവ ജീവിച്ചു പോകും. ഒരു പുലിക്കൊരു വർഷം 100 മാനുകളെ തിന്നണമെന്നാണ് നിയമം. എന്നുവെച്ചാൽ എങ്കിലേ അവറ്റങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതിന് 600 മാൻ ഒരു പുലിയുടെ ഏകദേശം പരിസരത്തുണ്ടാവണമെന്നും അത് സംബന്ധമായ പഠനങ്ങൾ നമ്മളെ തെര്യപ്പെടുത്തുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നല്ല ശക്തിയുള്ള മൃഗമാണ് ഈ കടുവ. മനുഷ്യൻ്റെ ഏറ്റവും ശക്തിയുള്ള എല്ല് കാലിൻ്റെ തുടയെല്ലാണ്. അതുപോലും കടിച്ച് നമ്മുടെ പിള്ളേർ മിഠായി തിന്നും പോലെ തിന്നാൻ പറ്റും ഈ കടുവയ്ക്ക്. അത്രയ്ക്ക് ശക്തിയാണ് അതിൻ്റെ താടയെല്ല്, അത്രയ്ക്ക് ശക്തിയാണ് അതിൻ്റെ പല്ല്. ഇത്രയൊക്കെ ശക്തിയുള്ള ആ ഒരു കാട്ടുമൃഗം ഒരിക്കൽ പോലും തൻ്റെ ആവശ്യത്തിനുള്ള, അത് മാംസഭുക്കാണ്, സ്വാഭാവികമായും അതിന് പുല്ല് തിന്നാൻ പറ്റൂല. അതിൻ്റെ ആവശ്യത്തിനുള്ള മൃഗങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അതിനെ മാത്രം ലക്ഷ്യമിട്ട് പിടിച്ച് കൊണ്ടുവരുന്നു എന്നതിനപ്പുറം തൻ്റെ ശക്തിയും നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള കഴിവൊക്കെ ഉപയോഗിച്ച് എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കൽ ഒരിക്കലും ആ ജന്തുവിൽ നിന്നത് സംഭവിക്കില്ല. പോകുന്ന വഴിയിലുള്ള എല്ലാ മാനിനെയും അടിച്ച് തള്ളിയിടൽ, മാന്തി മുറിപ്പെടുത്തൽ, കടിച്ചു കുടഞ്ഞിടൽ, ഇതൊന്നും സംഭവിക്കൂല. പിന്നെയോ അതിന് ജീവിക്കാൻ ആവശ്യമായ മാംസത്തിന് വേണ്ടി മാത്രം, ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൂട്ടത്തിൽ നിന്നൊന്നിനെ ഒറ്റപ്പെടുത്തി അതിനെ മാത്രം കേന്ദ്രീകരിച്ച് പിടിച്ച് അത് ഭക്ഷണമാക്കുന്നു. ഇതാണ് ജൈവലോകത്തുള്ള മനുഷ്യരല്ലാത്ത എല്ലാ ജന്തുക്കളുടെയും രീതി. മനുഷ്യൻ അങ്ങനെയല്ല, വെറുതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, ആക്രമിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്ന് അറിയുക പോലും ചെയ്യാതെ നിരവധി ആളുകളെ കൊന്നു തള്ളിയേക്കും. മനുഷ്യന് മാത്രമാണിത് സാധ്യം. എന്തുകൊണ്ട്? അവനാണ് ചിന്തിക്കാനുള്ള ശേഷിയുള്ളത്, അവനാണ് കാര്യങ്ങളെ അപ്ഡേഷൻ ചെയ്യാനുള്ള കഴിവുള്ളത്. ഇങ്ങനെ മനുഷ്യരാവരുത് എന്നതുകൊണ്ടാണ് മതം കൃത്യമായ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് നിയമങ്ങൾ സംവിധാനിക്കുന്നത്. ഈ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുക. ഇതിന് വിരുദ്ധമായി ആരൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെയും സമാധാനം നഷ്ടപ്പെടും, അതിക്രമങ്ങൾ ഉണ്ടാകും, ദുഃഖം തളം കെട്ടി നിൽക്കും. അതാണെന്ന് ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അക്രമം, ളുൽമ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? ഒരു വസ്തുവിനെ വേണ്ടതല്ലാത്ത രീതിയിൽ അതിൻ്റെ ഓർഡറിലല്ലാതെ വെക്കുന്നതിനാണ് സാധാരണഗതിയിൽ ഭാഷാപരമായ ളുൽമ് എന്ന് പറയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തർത്തീബ്. ക്രമപ്രകാരം ഒരു വസ്തുവിനെ വയ്ക്കുക. ഈ മൈക്ക വെക്കേണ്ടടുത്ത് മൈക്ക വെക്കുക. മുസാഫ് വെക്കാൻ നമ്മുടെ പള്ളിയിൽ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുണ്ട്, അവിടെ മുസാഫ് മാത്രം വെക്കുക. ഈ കസാര ഇടാൻ ഒരു നിയമമുണ്ട്, അങ്ങനെ തന്നെ ഇടുക. ഇതാണ് തർത്തീബ്. നേരെ മറിച്ച് ഇതിന് വിരുദ്ധമായി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ളുൽമാണ്, അക്രമമാണ്. ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ അവൻ എന്തായിരിക്കണം? വിദ്യാർത്ഥികളുടെ കുറേ ലക്ഷണങ്ങളുണ്ട്. അത് ഭൗതികമായും മതപരമായും
വിവിധ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥി ആരാവണമെന്നതിനെ കുറിച്ചൊക്കെ ചില സുഭാഷിതങ്ങളിൽ കാക്കദൃഷ്ടി, കാക്കയുടെ ദൃഷ്ടി, നോട്ടം, അത്ര സൂക്ഷ്മമായ നോട്ടം വേണമെന്ന് പറയുന്നത് കാണാം. ഭഗധ്യാനം, കൊക്കിൻ്റെ ഏകാഗ്രത. ശാനനിദ്ര, നായയെപ്പോലെ ഉറങ്ങാൻ പറ്റൂ, ഇത്തിരി ഉറക്കം, അത് തന്നെ ആവശ്യത്തിന് അങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും. ജീർണവസ്ത്ര, വസ്ത്രം ജീർണായിരിക്കണം എന്ന് വെച്ചാൽ വസ്ത്രം അടിപൊളിയാക്കി ഒരിത്തിരി ചുളിവ് വരാതെ അത് പിന്നെയും അയൺ ചെയ്ത് അലക്കി 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 തലകെട്ടിനൊക്കെ വേണ്ടി കുറേ ടൈം കളഞ്ഞ് യൂണിഫോം റെഡിയാക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകൾ എടുത്ത് ഇങ്ങനെ ആവാൻ പാടില്ല. അല്പാഹാരം, പാകത്തിനെ ഭക്ഷണവും കഴിക്കാവൂ. ഛേദ് വിദ്യാർത്ഥി ലക്ഷണ, ഇതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷണം. മതപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥി നല്ല സൂക്ഷ്മശാലിയാവണം. അവൻ പഠിക്കുന്ന ഗ്രന്ഥങ്ങളോടും പഠിപ്പിക്കുന്ന അധ്യാപകനോടും പുസ്തകങ്ങളോടും ഒക്കെ അവന് ആദരവുണ്ടാവണം, ബഹുമാനം കാണിക്കണം. പേന പോലും കാലുകൊണ്ടെടുക്കാൻ പാടില്ല, നോട്ട് പുസ്തകം കാലുകൊണ്ട് നീക്കി കൊടുക്കാൻ പാടില്ല. കാലുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതൊരു തരം താഴ്ത്തലാണ്. അതുകൊണ്ടാണല്ലോ കാലൊരാളുടെ മേലെ തട്ടിയാൽ ചിലവരൊക്കെ ഇങ്ങനെ പിടിക്കണതും മുത്തുന്നതും ഒക്കെ. അപ്പം നമ്മളെ പഠനോപകരണങ്ങളാകുന്ന പുസ്തകം, നോട്ട് പുസ്തകം, പേന പോലെയുള്ള സാധനങ്ങളൊന്നും കാലുകൊണ്ട് നീട്ടാൻ പാടില്ല, തൊടാൻ പാടില്ല. ക്ഷമ വേണം, സ്വബർ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീരമായ അധ്വാനാണ്. സാധാരണ ഈ തെങ്ങിന് തുറക്കുന്ന ആളുകൾക്ക് ചിലവാകുന്നതിനേക്കാൾ കലോറി മൂല്യം പഠിക്കുന്ന ബുദ്ധിപരമായ വ്യവഹാരങ്ങളിൽ ചിലവായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും പല പ്രതിസന്ധികളുണ്ടാകും. ഇപ്പോൾ സ്കൂൾ ബസ് കയറുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക്കാണ്. സാധാരണ ലൈൻ ബസ്സാണെങ്കിലോ പറയുകയും വേണ്ട, ക്ഷമ വേണ്ടി വരും, വരി നിൽക്കേണ്ടി വരും, പതിയെ പതിയെ കയറേണ്ടി വരും. പിന്നെയും ഉപദ്രവങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കേണ്ടി വരും. ഇഖ്ലാസും ഫിൽ അമൽ, അമലിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥതയുണ്ടാകണം. ഞാൻ എന്തിനു പഠിക്കുകയാണെന്നുള്ള ലക്ഷ്യം വേണം. അവിടെ മുതാലിമീങ്ങളൊക്കെ ആണെങ്കിൽ ദീനിൻ്റെ ദഅവത്ത് അവരുടെ മനസ്സിൽ കാണണം. മുതാലിമീങ്ങളല്ലാത്ത ഭൗതിക വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ആളുകൾക്കും നല്ലൊരു ഗോള് നിശ്ചയിക്കണം, ഒരു ലക്ഷ്യം നിശ്ചയിക്കണം. ഞാൻ പഠിക്കുന്ന വിഷയത്തിൽ എനിക്ക് ടോപ്പ് റാങ്കിൻ്റെ ആളെ ആവണം. ഹിമാലയത്തിലേക്ക് എത്തണം എന്ന് കരുതിയിട്ട് കയറിയില്ല, അതിൻ്റെ മുകളിലെത്തൂല. ഹിമാലയത്തിൽ കയറി ആകാശം തൊടണം എന്ന് കരുതണം, അപ്പോഴേ അതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നല്ലൊരു എഞ്ചിനീയർ ആവണം. കഷ്ടിച്ചൊരു MBBS ഡോക്ടർ പോരാ, അങ്ങനെ കുറേ ഡോക്ടർമാരുണ്ട് ക്ലിനിക്കും തുറന്നിരിക്കുന്നവർ. എൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കണമെങ്കിൽ നല്ല ശ്രദ്ധേയനായ ഒരു ഡോക്ടർ ആവണം. കേവലം ഒരു MBBS പോലെ എനിക്ക് തന്നെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു PG ചെയ്യണം. അതുമേ നിന്നുകൂടാ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് എത്തണം, ഒരു ഓങ്കോളജിസ്റ്റ് ആകണം, കുറേ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം നൽകണം. ഇങ്ങനെ ഇഖ്ലാസോടുകൂടി ഉയർന്ന ചിന്തയിൽ അധ്വാനിക്കണം. പിന്നെ അവർ പ്രവർത്തിച്ച കാര്യങ്ങളിൽ അവർ പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം. അത് ഈ ആത്മീയ വിദ്യയിലൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും. പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഈ ഭൗതികമായ വിഷയങ്ങളിലോ നമ്മൾ റാഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രാധാന്യത്തോടുകൂടി പറയേണ്ട ഒരു സംഗതിയാണത്. ഈ സമയം MC² അപേക്ഷികതാ സിദ്ധാന്തം കെട്ടിമറിഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിക്കും നമ്മൾ. അങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ എല്ലാ സംഗതികളും പഠിപ്പിക്കും. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും നമ്മുടെ സിലബസിൽ വരൂല, ഒരു കാര്യവും വരൂല. അപ്പോൾ വെറും ബുദ്ധിമാന്മാരായി ചെകുത്താന്മാരായി മാറും അവർ. ഇതെൻ്റെ പ്രയോഗമല്ല, സർ ആദർശ് വെല്ലസ്ലിയുടെ പ്രയോഗമാണ്. ഒരു കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി, മതവിദ്യ നൽകിയില്ല, ധാർമ്മിക വിദ്യാഭ്യാസം നൽകിയില്ല, മോറലായ ഒരു സംഗതിയും പഠിപ്പിച്ചില്ല. എന്നാൽ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും, പക്ഷെ ചെകുത്താനാകും. വിദ്യാഭ്യാസത്തിൻ്റെ ഇടക്കിടക്ക് വെച്ച് ആരാണ് മനുഷ്യനെന്ന് പഠിപ്പിക്കണം, മനുഷ്യൻ്റെ മൗലികമായ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കണം, ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കണം, അയൽവാസി ആരാണെന്ന് പഠിപ്പിക്കണം, മാതാവിനോടും പിതാവിനോടുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കണം. മാതാവും പിതാവും 4 തലമുറയോട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ, ഏതോ ഒരു മുതുമുത്തച്ഛൻ കുരങ്ങനായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊന്നും പഠിപ്പിക്കാൻ വല്ലാതെ പറ്റൂല. അതല്ലെങ്കിൽ ഈ ജീവിതം മാത്രമാണ് മനുഷ്യനുള്ളത്, അതിൻ്റെ അപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപഹാസ്യമാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കിടയിൽ നാളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളോ പഠനങ്ങൾക്കോ ഒരു പ്രസക്തിയില്ല.
അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റും, അതിന് രാഷ്ട്രീയപരമായ സ്വാധീനം ഉണ്ടാവും, സാമ്പത്തികമായ സ്വാധീനം ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ വെച്ച് എനിക്ക് ഊരി രക്ഷപ്പെടാൻ പറ്റും എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. വെറ്റിനറി കോളേജ് പൂക്കോടിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനിടയായി മരണപ്പെട്ടു. ആ കുട്ടിയെ ക്രൂരമായി കൊല ചെയ്ത ആ റാഗിങ് നടത്തിയ വിദ്യാർത്ഥികൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചാൽ മതി. മറ്റു കുട്ടികൾക്ക് മൊത്തം റാഗിങ്ങിന് ഇറങ്ങാൻ സുരക്ഷിതമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോ പഠിച്ച വിദ്യ കൊണ്ട് അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമായ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിപ്പിക്കണം. ഇതില്ലാതെ വളരുക. ആരാണ് അമ്മ എന്നറിയില്ല, ആരാ പെങ്ങളെന്നറിയില്ല. അതിൻ്റെ പുറമെ ഇത്തരം സംഗതികൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാന്നും മതാണ് വ്യഭിചാരത്തെ നിരോധിക്കുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നൈസർഗികമായൊരു പരിപാടി മാത്രമാണെന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകാമെന്നും പഠിപ്പിക്കുക മാത്രമല്ല, അതിനെതിരെ നിൽക്കുന്ന ആളുകളെ ബത്സിക്കുക. പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ മതത്തോട് വലിയ താല്പര്യമുള്ള ആളുകൾക്കൊന്നും വല്ലാതെ പിടിച്ചിക്കാൻ പറ്റൂല. ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് അതാണ് ശരിയാക്കും. ഇന്ന രാഷ്ട്രീയക്കാരനൊന്നുമില്ല, ഒട്ടുമിക്ക ന്യൂജൻ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ ഒരു ആദർശമാണുള്ളത്. ചില യുവതുർക്കികളൊക്കെ ഉണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളിൽ. എല്ലാവരും ദൈവനിഷേധികളാണ്. എന്തുകൊണ്ടാണ് അവർ ദൈവനിഷേധം നടത്തുന്നത്? അത് മറ്റൊരു ചർച്ചയാണ്. ദൈവവിശ്വാസം അത്ര മോശമാണോ? അല്ല, ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ നിലനിന്നൊരു മഹാസംഭവമാണത്. പിന്നെ എന്തിനാ അവരെല്ലാവരും കൂടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ റാഗ് ചെയ്യാന് ഒരു കുട്ടിയെ കയ്യും കാലും കെട്ടിയിട്ട് വായയിലും ശരീരമാസകലവും ലോഷൻ തേച്ച് ടോയ്ലറ്റ് കഴുകുന്ന മാരകമായ രാസവസ്തുക്കളൊക്കെ അടങ്ങിയ സാധനം വായയിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരുടെ മാത്സ് പഠിക്കാനുള്ള ബോക്സിൽ നിന്നുള്ള ആ ഒരു സാധനം ഡിവൈഡർ, ആ സാധനം കൊണ്ട് 11 ഇടത്താണ് ഇങ്ങനെ കുത്തുന്നത്. നമുക്ക് കണ്ണ് പൊത്തേണ്ടി വരും ആ സാധനം കാണുകയാണെങ്കിൽ. 11 ഇടത്ത് കുത്തിയിട്ട് അതിൻ്റെ ആ മുന മുഴുവൻ താഴ്ത്തുകയാണ്. എന്നിട്ട് ആ താഴ്ത്തിയ സ്ഥലത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ ചോര പൊടിയിപ്പിക്കുകയാണ്. ഈ സാധനം കുത്തി താഴ്ത്തിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വട്ടം വരയ്ക്കുകയാണ്. ജീവനുള്ള ഒരു കുട്ടിയുടെ പുറത്ത്, ശരീരത്തിൽ, അവൻ്റെ റീപ്രൊഡക്ഷൻ മേഖലകളിൽ, അവൻ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് എക്സസൈസ് ചെയ്യുന്ന ഡമ്പൽ എടുത്തു വെക്കുകയാണ്. 1 അല്ല 2 എണ്ണം മേലെ മേലെ ചേർത്തിട്ട്. ഇതിനാണ് റാഗിങ് എന്ന് പറയുന്നത്. ഇത് തന്നെ പോലെയുള്ളൊരു ജീവിയാണെന്നും വിദ്യാർത്ഥിയാണെന്നും അവനെ എങ്ങനെ വേണം നാം പരിഗണിക്കേണ്ടത് എന്നും പഠിപ്പിക്കാത്ത കാലത്തോളം ഇതങ്ങനെ തന്നെ തുടരും. ഈ ലോകത്തോടുകൂടെ ജീവിതം തീർന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ധൈര്യത്തോടെ എങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ അധ്യാപകന്മാർ കുറേ സാധു മനുഷ്യന്മാരുണ്ട്. നന്നാണെന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂല, വഴക്കറാൻ പറ്റൂല, വടിയെടുക്കാൻ പറ്റൂല, പുറത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയില്ല. ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് പോയിട്ട് മുഖത്തേക്ക് രൂക്ഷമായി 10-11 സെക്കൻഡ് നോക്കിയാൽ പോലും പോക്സോ അനുസരിച്ച് അധ്യാപകൻ അറസ്റ്റിലായി പോകും. ഈ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം വിദ്യാർത്ഥികളെ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെയാക്കി തീർക്കണം. എന്നിട്ട് അവർ സീനിയർമാർ തുടങ്ങിയിട്ട് അങ്ങനെ താഴെയുള്ള ആളുകളെ കഠിനമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത് ആസ്വദിക്കുന്നു. സാഡിസം എന്നാണ് ഇതിനൊക്കെ പറയാം. ഒരാളെ വേദനിപ്പിച്ച വേദനയിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നതിന് സാഡിസം എന്നാണ് പറയാം. വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ സാഡിസ്റ്റുകളായി മാറുന്നു. രാജ്യത്തെ പുനർനിർമ്മിക്കേണ്ടവരാണവർ. ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടവർ. പക്ഷെ അതിന് പറ്റും നമുക്കൊരിക്കലും തോന്നുന്നില്ല ഇന്നത്തെ യുവാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ. അങ്ങോട്ട് വരാം. നമുക്ക് നന്നായിട്ട് ശ്രദ്ധ വേണം. സമയത്തെ നന്നായിട്ട് പരിഗണിക്കണം. സമയം നന്നായിട്ട് മാനിക്കണം. സമയം നല്ലോണം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ് ഈ സമയത്തിൻ്റെ മൂല്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി അതിൻ്റെ മൂല്യം വർണ്ണിച്ചു. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അധിക ജനങ്ങളും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹമാണ് സമയവും ആരോഗ്യവും. ഇത് രണ്ടുമുള്ള കാലമാണ് വിദ്യാർത്ഥിക്കാലം. സമയത്തെ നമ്മുടെ പഠന ആവശ്യാർത്ഥത്തിന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സാമൂഹിക സേവനത്തിന് ഉപയോഗപ്പെടുത്തണം. സത്യത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾ സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഞാനത് വിശദീകരിക്കണ്ടല്ലോ.
സാന്ദർഭികവശാൽ പലയിടങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നമ്മുടെ വീട്ടിലെ സ്വന്തം വിദ്യാർത്ഥികളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക, അവർ സമയം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. പിന്നെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ചർച്ചകൾ വരരുത്. മതവിദ്യാർത്ഥികൾക്കൊന്നും എന്തായാലും വരാൻ പാടില്ല. മതേതര വിദ്യാർത്ഥികളും അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ലബുത്തു വല്ലിത്ഖാൻ, ഒരു ക്രമം വേണം എല്ലാ വിഷയത്തിലും. ക്രമം, അവൻ്റെ റൂം ക്രമമായിരിക്കണം, മേശപ്പുറം ക്രമമായിരിക്കണം, അവൻ്റെ ഡ്രസ്സ് ക്രമമായിരിക്കണം. ഡിസോർഡർ ഒരു ഓർഡർ ആയി കഴിഞ്ഞാൽ പഠനത്തെ അത് നന്നായിട്ട് ബാധിക്കും. ഒരാളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഡിസോർഡർ ആണെന്ന് വരികിൽ അയാളുടെ പഠനത്തെ നന്നായിട്ട് ബാധിക്കും. മുൻഗണനാക്രമം വേണം, ഏത് ആദ്യം പഠിക്കണം എന്ന്. പരീക്ഷയ്ക്കൊരു മാസമുണ്ട്, ആ ഒരു മാസം ഒന്നിച്ചങ്ങനെ ഏതോ ഒരു വിഷയം പഠിച്ചു. പിന്നെ പരീക്ഷ ഒന്നാം ദിവസം കഴിഞ്ഞതിന് ശേഷം അതാ ഇനിയിപ്പോൾ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ പുസ്തകം മൊത്തം പഠിക്കണ്ടേന്ന് അന്തം വിട്ടിട്ട് കാര്യമില്ല. സമയത്തെ കൃത്യമായി വിഭജിക്കണം. നമ്മുടെ അഖീദ്, നമ്മുടെ തസൗഫിൻ്റെ കിതാബിലൊക്കെ അത് കൃത്യമായിട്ട് പറയണില്ലേ, സൈനുദ്ദീൻ മഖ്ദൂം അദ്കിയിലൊക്കെ. വഖത്തിനെ കൃത്യമായി നമ്മൾ ഓഹരി വെക്കണം. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ വേണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതൊക്കെ അങ്ങോട്ട് ആയിത്തീരുക. പിന്നെ അവസാനം രാത്രിയാകുമ്പോൾ എന്തൊക്കെയായി. നമ്മളൊരു കൃത്യമായ രീതിയിൽ കണക്കാക്കി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലേറെ ആ ഒരു ദിവസം ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മുൻഗണനാക്രമം ഓരോ സംഗതിക്കും. എന്തിനാണ് ആദ്യം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്, എന്തിനാണ് കൂടുതൽ ടൈം നമ്മൾ കൊടുക്കേണ്ടത്, എന്തിനാണ് കൂടുതൽ അധ്വാനം ചെലവഴിക്കേണ്ടത്, ഇത് ആ രീതിക്ക് തന്നെ കൊണ്ടുപോകണം. എല്ലാം ഒരേപോലെ കാണാൻ പാടില്ല. ഒരു ലൊബത്ത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം വേണം. കുറേ ആളുകളൊക്കെ അങ്ങനെയാണ്. ഈ ഗൾഫിലൊക്കെ ആകുമ്പോൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാവും. അത് കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടെയാണ്. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. രാവിലെ എണീക്കണ്, ഒരു ദിവസം എന്തോന്ന് ചെയ്യണ്, വേറെ ദിവസം വേറെന്തോന്ന് ചെയ്യണ്, മൂന്നാമത്തെ ദിവസം ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്ന് ചെയ്യണ്. ഇന്ന സമയത്ത് ഇത്ര, ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആയി കൂടണമാതിരിയൊക്കെ അങ്ങോട്ട് ആയി പോകണ്, ഇത്ര തന്നെ. ഇത് പാടില്ല. ഒരു ലൊബത്ത് വേണം. വിദ്യാർത്ഥിക്ക് മാത്രമല്ല, മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ലൊരു ലൊബത്ത് വേണം, ഒരു കൃത്യത വേണം, ഒരു ഓർഡർ വേണം. അപ്രകാരം കിതാബുകൾ ധാരാളമായി വായിച്ചു കൊണ്ടിരിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് കേൾക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണത്, പുസ്തകം വായിക്കുക എന്നുള്ളത്. പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അരോചകമാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഷാർജ ബുക്ക് സ്റ്റാളിലേക്ക് പോയപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥ, ഒരു ചെറുപ്പക്കാരി, എന്തിനാ ഷാർജയ്ക്ക് പോകണമെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഉണ്ട്, അതിനെന്തിനാ പോണ്? ഞാൻ പറഞ്ഞു, ബുക്സ് വാങ്ങാൻ. അവർ ബോധം കെട്ടില്ലാന്നേ ഉള്ളൂ. എൻ്റെ എമിഗ്രേഷൻ കുളമായിരുന്നു. അവരുടെ അന്തം വിട്ടിട്ട് ഇപ്പോഴും ബുക്കൊക്കെ വായിക്കലുണ്ടോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാസത്തിൽ ചുരുങ്ങിയത് മാഗസിനൊന്നും അല്ലാതെ 3 ബുക്കെങ്കിലും വായിച്ചിരിക്കും. അവൾക്ക് എന്തോ ഒരു അത്ഭുതം പോലെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, പഠിക്കുന്ന കാലത്ത് തന്നെ ബുക്ക് എന്ന് കണ്ട വെറുപ്പായിരുന്നു, ഇപ്പം ഇൻസ്റ്റയിൽ കളിക്കല്ലാതെ ബുക്ക് കാണാറേ ഇല്ല എന്ന്. ഇതാണ് അവരുടേതല്ല, മൊത്തം നമ്മുടെ യുവ വിദ്യാർത്ഥികളുടെ രീതി. കുഞ്ഞുണ്ണി മാഷ പാട്ടിനൊന്നും വലിയ പ്രസക്തിയൊന്നുമല്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നൊക്കെ അയാൾ പാടിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി വരുന്ന കൽപ്പന എന്താ? നിസ്കരിക്കുന്നാണോ, നോമ്പെടുക്കുന്നാണോ, സ്വലാത്ത് ചൊല്ലുന്നാണോ, സക്കാത്ത് കൊടുക്കുന്നാണോ? ഒന്നുമല്ല. ഇഖ്റ, വായിക്കുന്നാണ് ഖുർആനിൽ ആദ്യമായി ഇറങ്ങുന്ന വചനം. അള്ളാനെ പരിചയപ്പെടുത്തുന്നത് പോലും പിന്നെയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എത്ര കഴിഞ്ഞിട്ടാ സയ്യിദുൽ ആയാത്ത് അൽ ബഖറയുടെ 255 ഇറങ്ങുന്നത്. ഇഖ്റ, വായിക്കൂന്നാണ് ഖുർആനിൽ ആദ്യം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ ആത്മീയമായി നല്ല പുരോഗതി ഉണ്ടാകും. പൂർവികരാകുന്ന നല്ല മനുഷ്യരുടെ കഥകൾ, ചരിത്രങ്ങളുള്ള പുസ്തകം വായിക്കണം. നമ്മളൊരു ഗുരുവിനോടൊപ്പം നിന്നതുപോലെ അനുഭവപ്പെടും. ഇഹ്യാ ഉലൂമുദ്ദീൻ എത്രമേൽ മനോഹരം. അതിൻ്റെ 2-3 ടൈപ്പിലുള്ള പരിഭാഷ ലഭ്യമാണ്. മലയാള ഭാഷയിൽ തന്നെ അടയാളം വെച്ച് വായിച്ചു കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ സംസ്കൃതരാകുന്നത് നമുക്ക് കാണാൻ പറ്റും. മഹാന്മാരാവുന്ന കുറേ ഗുരുക്കളുടെ ചരിത്രവും കഥയും നമുക്ക് കാണാം. ഈ ഉലൂമുദ്ദീനിൽ തന്നെ ഇമാമുന ഗസാലി ഉദ്ധരിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രമുണ്ട്. ശിഷ്യരോടൊപ്പം അവിടുന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞൊരു പട്ടിയുടെ കബദ്ധം, ജഡം കാണുന്നു.
ശിഷ്യരൊക്കെ ഇങ്ങനെ ഓരോ വൃത്തികേട് പറയണേ, നിറച്ച് പുഴുക്കൾ, എന്തൊരു ദുർഗന്ധം, കാണാനേ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പട്ടിയുടെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ അക്ഷോഭിനായി നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, എന്ത് മനോഹരമായ പല്ലുകളെന്ന്. പട്ടി ചീഞ്ഞളഞ്ഞിട്ടുണ്ട്, ദുർഗന്ധം വരുന്നുണ്ട്, പുഴുവരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ പല്ല് മനോഹരമായി വെളുത്ത് സുന്ദരമായി വരി വരി ഒത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മാനസിക വളർച്ച വരാത്ത ഒരാൾക്ക് ഈ വൃത്തികേടെ കാണാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് മാനസികമായി പൂർണ്ണതയിലേക്ക് എത്തിയ ഒരു ഗുരുവിന് ആ ഒരു ദുർഗന്ധം വമിക്കുന്ന ജഡത്തിൽ നിന്നും നന്മ കാണാനാകുന്നു. ഈ ചരിത്രം വായിച്ച ഒരാൾക്ക് നമ്മുടെ സഹപ്രവർത്തകനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ അവൻ്റെ നന്മയെ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഈ ചരിത്രം വായിച്ച ഒരു അധ്യാപകന് വിദ്യാർത്ഥിയിൽ നിന്ന് എന്തെങ്കിലും അപാകം സംഭവിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനും പിന്നെയും പിന്നെയും നന്മയിലേക്ക് കൊണ്ടുവരാനും കഴിയും. അതുകൊണ്ടാണ് ഈ ഗുരുക്കളുടെ കഥകളൊക്കെ നമ്മൾ വായിക്കേണ്ടത്. 3-4 മഹാഭ്യാസികൾ ഒരു വലിയ സ്വാത്വിക ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഓരോരുത്തരുടെയും കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു കഥ ഉണ്ട്. അവർ പോയിട്ട് പറയണത് എന്താണ്? ഗുരു, എനിക്ക് പക്ഷികളെ പോലെ പാറാൻ പറ്റും. ഒരാൾ, അദ്ദേഹം അക്ഷോഭനായിട്ട് അങ്ങനെ ഇരുന്നു. ഒരാൾ, എനിക്ക് ഈ മത്സ്യങ്ങളെപ്പോലെ കടലിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് പോകാൻ പറ്റും. അദ്ദേഹത്തിൽ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. മറ്റൊരാൾ, എനിക്ക് മരത്തിലൂടെ ചാടി ഓടി കയറി ഇറങ്ങാൻ പറ്റും. അദ്ദേഹം തൻ്റെ പണിയിട്ട് അങ്ങനെ ഇരുന്നു, അക്ഷോഭനായിട്ടിരുന്നു. ഈ 3 പേരും കഴിവൊക്കെ തെളിയിക്കാൻ വന്ന 3 പേരും ഇത് കേൾക്കുന്നതോടുകൂടെ ഗുരു നമ്മൾ ആവാഹിക്കുമെന്ന്, കൂട്ടത്തിൽ ചേർക്കുമെന്ന് വലിയ ശിഷ്യന്മാരായി അംഗീകരിക്കുന്നു കരുതിയ ഈ ചങ്ങാതിമാരവിടുന്ന് മടങ്ങിപ്പോകുന്നു. പിന്നെ ആ ഗുരുവിൻ്റെ പഴയ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവർ വലിയ വലിയ കഴിവൊക്കെ പറഞ്ഞിട്ട് എന്തേ തീരെ മെയിൻറ്റ് ചെയ്യാതിരുന്നു? അദ്ദേഹം പറയുന്നത്, ആകാശത്തൂടെ പറക്കാൻ പറ്റുന്ന ഒരുത്തം പറഞ്ഞത് ചെറിയ കിളികളും പൂമ്പാറ്റകളും തുമ്പികളൊക്കെ ചെയ്യുന്ന പരിപാടിയല്ലേ, അത് ഇത്ര വലിയ സംഗതിയാണോ? ഊളിയിടാൻ പറ്റുമെന്നാണ് പറയണത്. പരൽമീനു തന്നെ അത് സാധ്യമാണ്, വലിയ സംഗതിയാണത്. മരത്തിലേക്ക് ഓടിക്കയറും, എല്ലാ കുരങ്ങും അതന്നെയല്ല ചെയ്യണത്. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ സംഗതിയാകാൻ പറ്റിയപ്പോഴും ഞാനൊരു നല്ല മനുഷ്യനാണ്, എനിക്ക് മനുഷ്യനാകാൻ പറ്റിയെന്ന് പറയാൻ ആർക്കും പറ്റിയില്ലല്ലോ എന്നാണ് ഗുരുവിൻ്റെ പ്രശ്നം. കുരങ്ങനാകാൻ പറ്റുന്നുണ്ട്, പറക്കാൻ പറ്റുന്നുണ്ട്, മീനായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്, പക്ഷേ മനുഷ്യനാകാൻ പറ്റിയില്ലല്ലോ. ഇതായിരുന്നു ആ ഗുരുവിൻ്റെ ചിന്ത. പുസ്തകങ്ങൾ വായിക്കുക, ഒന്ന് വിജ്ഞാനം നേടാനുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഫിഖ്ഹിൻ്റെയും അഖീദയുടേതുമൊക്കെ പഴച്ചു പോകാതിരിക്കാൻ വളരെ ആവശ്യമാണ്. നിസ്കാരം പഴക്കാതിരിക്കാൻ, നോമ്പ് പഴക്കാതിരിക്കാൻ, സക്കാത്ത് പഴക്കാതിരിക്കാൻ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഇസ്ലാമിലെ സാമ്പത്തിക ക്രമങ്ങൾ ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദിൻ്റെ, നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് അറിയണത് തന്നെ. കുറേ ചെറുപ്പത്തിൽ വായിച്ചതാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട്, അതിന് സക്കാത്തുണ്ടോ, ഇതുണ്ടോ ഇങ്ങനത്തെ സംഗതികളൊക്കെ. അപ്പോൾ വിജ്ഞാനം കരസ്ഥാക്കാനുള്ള വായനയുണ്ട്, നമുക്ക് ആസ്വദിക്കാനുള്ള വായനകളുണ്ട്, നല്ല മനസ്സിന് പ്രചോദനം നൽകുന്ന കഥകൾ, അങ്ങനത്തെ നിർമ്മിത കഥകളൊക്കെ വായിക്കാം. മനുഷ്യന് എന്തെങ്കിലും ദോഷ്യം വരുത്താത്ത, അതായത് ഈ ലൈംഗികമായ മോഹങ്ങൾ ഉണ്ടാക്കാത്ത, അന്യ പെണ്ണിൽ ആകർഷണം തോന്നിക്കാത്ത, നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന, സാഹിത്യം പഠിക്കാൻ പറ്റുന്ന ആ പുസ്തകങ്ങളൊക്കെ വായിക്കാം. അപ്രകാരം പൂർവികരുടെ ചരിത്രങ്ങൾ വായിക്കുക. നമ്മളിങ്ങോട്ട് പാഠം ഉൾക്കൊണ്ടും ഒരു ഗുരു നമ്മളെടുത്തുള്ളത് പോലെ ഉണ്ടാകും. പിന്നെ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കൽ വിദ്യാർത്ഥിയുടെ ഒരാവശ്യം അതാണ്. നല്ല കൂട്ടുകാരനാവണം, അല്ലെങ്കിൽ പഴപ്പിച്ചു പോകും. ദുഃഖത്തോടുകൂടെ വിളിച്ചു പറയുന്ന ചില രംഗങ്ങളൊക്കെ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. സൂറത്തുൽ ഇസ്രായിൻ്റെ 27 മുതൽ നമുക്ക് കാണാം. യോമയാളുല്ലാലിമാലായതേ, 2 കൈയും കടിക്കും, മോച്ചാനിച്ചു നിൽക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് വിലപിക്കും. യഹസ്രത്ത, എന്തൊരു പരാജയം, എന്തൊരു നഷ്ടം. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ കൂട്ടുകാരനായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനിദ്ദിക്രി, അവനാണ് എനിക്ക് MDMA പരിചയപ്പെടുത്തിയത്, അവനാണ് എന്നെ ആദ്യമായി മദ്യപിപ്പിച്ചത്, അവനാണ് എന്നെ ആദ്യമായി സിനിമയ്ക്ക് കൊണ്ടുപോയത്, അവനാണ് ആദ്യമായി എന്നെ ഒരു പെണ്ണിന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ ധൈര്യം തന്നത്, സമൂലം എന്നെ നശിപ്പിച്ചത് അവനാണ്.
അവനെ പിന്തുടരാതെ, അവനെ കൂട്ടുകാരനായി വയ്ക്കാതെ, എനിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മാർഗത്തെ പുണരാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല നന്മയിലേക്ക് ക്ഷണിക്കുന്ന, പഠിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, റാഗിങ്ങിന് വിളിക്കാത്ത ഒരു നല്ല സഹപാഠിയെ തിരഞ്ഞെടുക്കണം. പിന്നെ അധ്യാപകരോടുള്ള ബന്ധം നല്ല ഊഷ്മളമാവണം. ഗരവ ചെയ്യരുത് എന്ന്, ചെരുപ്പുമാല നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ തോളിലിട്ട് കൊടുക്കരുത് എന്ന്, കരിയോയിൽ അഭിഷേകം ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിക്കരുതെന്ന്. ഇതിന് വിരുദ്ധമായി ആരൊക്കെ നടക്കുന്ന വിദ്യാർത്ഥിത്വത്തിന് അവന് അവകാശമേ ഇല്ല. വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ നിക്കറിട്ടിട്ട് KG പോകുന്നൊരു കുട്ടിയെന്ന് മനസ്സിലാക്കരുത്. 25 26 വയസ്സുള്ള നല്ല നല്ല യുവാക്കളാണ് വിദ്യാർത്ഥികൾ. കോട്ടയത്ത് നടന്ന ക്രൂരമായ റാഗിങ്ങിൻ്റെ പ്രതികൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്, നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ക്ഷമയുടെ പര്യായങ്ങളായിട്ടാണ് അവർ അറിയപ്പെടാറ്, നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ. മനുഷ്യൻ്റെ ദുഃഖവും വിഷമവും നീക്കാനാണ് അവരുടെ അധ്വാനം. മുറിവ് കെട്ടുമ്പോൾ എത്ര ആർദ്രമായിട്ടാണ് അവരത് ചെയ്യുക. പരിചരണം നടത്തുമ്പോൾ എത്രമേൽ സ്നേഹത്തോടു കൂടെയാണ് അവരത് ചെയ്യേണ്ടത്. ആ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സഹപാഠിയെ ക്രൂരമായ റാഗിങ് നടത്തുന്നത്. അതുകൊണ്ട് റാഗിങ്ങിനെ കുറിച്ച് നിയമങ്ങൾ നിരവധിയായി നിലവിലുണ്ട് നമ്മുടെ ഇന്ത്യയിലും. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അത് പുതുക്കി പണിതിട്ടുമുണ്ട്. ഞാനതിൻ്റെ നിയമവശങ്ങളൊന്നും അങ്ങനെ പറയല്ല. തൻ്റെ സഹപാഠിയാവട്ടെ, താഴ്ന്ന വിദ്യാർത്ഥിയാവട്ടെ, സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ വിദ്യാർത്ഥിയിൽ ഭീതിയോ ജാള്യതയോ വേവലാതിയോ നാണക്കേടോ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നതിനാണ് റാഗിങ് എന്ന് പറയുന്നത്. കൃത്യമായ നിർവചനമുണ്ട്. ഈ റാഗിങ് ഇല്ലാതെയാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തൊക്കെ മുൻകരുതൽ നടത്തണമെന്നും ബ്രോഷർ അടിക്കുമ്പോൾ പോലും എന്തൊക്കെ പറയണമെന്നും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ച് ഏതൊക്കെ രീതിയിൽ നിർദ്ദേശം കൊടുക്കണമെന്നൊക്കെ നിയമങ്ങളുണ്ട്. പിന്നെ 10,000 രൂപയും 2 വർഷം 10,000 രൂപ പിഴയും 2 വർഷം തടവുമൊക്കെ വിധിക്കുന്നുണ്ട്. കോളേജിൽ നിന്നും കോഴ്സിൽ നിന്നും ഡിസ്മിസ് ചെയ്യാനുള്ള നിയമമുണ്ട്. കോളേജിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും പിന്നെ പഠിക്കുന്ന കോഴ്സിൽ നിന്നും ഒഴിവാക്കാനുള്ള നിയമങ്ങളുണ്ട്. നിയമങ്ങളൊക്കെ ഏട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല പിന്തുണയോടും കൂടെ റാഗിങ് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടി പോലും 2-3 ആഴ്ച മുമ്പ് എറണാകുളത്തെ ഗ്ലോബൽ സ്കൂളിൽ നിന്ന് 26ാം നിലയിൽ നിന്ന് ചാടിയിട്ടാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. എത്ര ക്രൂരമായ റാഗിങ്ങാണ് ആ കുട്ടി സഹിച്ചത്. കേട്ടത് ശരിയാണെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി വെച്ചിട്ട് കൂട്ടുകാർ ഫ്ലഷ് അടിച്ചു കളിച്ചു എന്നാണ്. ഒരു കുട്ടിയുടെ മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി പിടിക്കുക, അവൻ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പേർ കാലുകൊണ്ട് ചവിട്ടി അമർത്തുക, എന്നിട്ട് ഫ്ലഷ് അടിക്കുക. ആ ക്ലോസറ്റിലെ എല്ലാ മാലിന്യങ്ങളും കൂടെ ആ കുട്ടിയുടെ മുഖത്തും കണ്ണിലും മൂക്കിലും അടിച്ച് കയറി കലങ്ങിയിറങ്ങുക. ആ കുട്ടി സമ്പന്ന കുടുംബത്തിലുള്ളതാണ്. ആ സ്കൂളിൽ തന്നെ സമ്പന്നന്മാരെ പഠിക്കാറുള്ളൂ എന്നാണ്. 26ാം നിലയുള്ള ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു. ഇതാണോ വിദ്യാർത്ഥിത്വം? ഇങ്ങനെയാണോ വിദ്യാർത്ഥികൾ വളരേണ്ടത്? നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കൃത്യമായി നടപടിക്രമങ്ങൾ ചെയ്ത് പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാടെത്തിയാൽ പതിയെ 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 ഇതൊക്കെ കുറഞ്ഞു വരും. ഓരോരുത്തർ അവനവൻ്റെ കുട്ടികളെ ന്യായീകരിക്കാൻ നിൽക്കും, സ്വാഭാവികം. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും ന്യായീകരിച്ച് ഇത്തരം ചില റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം വരും. അത് ശരിയായിരിക്കും. പക്ഷെ അവരുടെ എല്ലാ സുരക്ഷയും പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടാവും. ഇന്ന പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടിയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 10-15 പേർ ചേർന്ന് ഒരു കലോത്സവത്തിൻ്റെ ചെറിയ തർക്കത്തിന് വേണ്ടി ഒരു യുവാവിനെ ചുറ്റുഭാഗം നിന്ന് കമ്പി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ചു കൊല്ലാനാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിയെ അങ്ങനെ അടിക്കൂല, പേപ്പട്ടിയെ അவ்விധം ഒരു മനുഷ്യനടിക്കാൻ കഴിയില്ല. സഹപാഠിയെ ഇவ்விധം അടിക്കുന്നു. ഇത് മറ്റൊരു പാർട്ടിക്കാരാണ്. അപ്പൊ ഇന്ന പാർട്ടിയൊന്നും കണക്കൊന്നുമില്ല. ധാർമ്മിക വിദ്യാഭ്യാസം അല്ലാതെ അവരെ വളർത്തുന്നു. പിന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് കിട്ടുന്നു. അപ്പൊ കുട്ടികൾ ആരാൻ്റെ മക്കളെ പീഡിപ്പിച്ച് ക്രൂരമായി ആക്രമിച്ച് മുറിവേൽപ്പിച്ച് അടിച്ചു കൊന്ന് ആനന്ദം കണ്ടെത്തുന്നു. ഈ സാഡിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മുതിർന്ന രാഷ്ട്രീയക്കാരൊക്കെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അവനവൻ്റെ സ്വാധീനം അനുസരിച്ച് നേതാക്കൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിയമങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല.
ഒന്നുകിൽ ആത്മീയമായി വിഷയങ്ങളെ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ ഭൗതികമായി നിലവിലുള്ള ശിക്ഷകൾ കൃത്യമായി നടപ്പിലാക്കണം. രണ്ടും ചെയ്യാത്ത വിധം മക്കൾക്ക് സ്കൂളിൽ പോകാൻ ഭയപ്പെടേണ്ട കാലം വരും. ഇന്ത്യയുടെ സ്കൂളുകളെ കുറിച്ച് ലോകാരംഗത്ത് തന്നെ റാങ്കിങ്ങിൻ്റെ വിഷയത്തിൽ വലിയ ഉഷാറാന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. റാഗിങ് ആവട്ടെ, മറ്റൊരാളെ ഉപദ്രവിക്കുന്ന ഏതൊരു സംഗതി ആവട്ടെ, പടച്ച റബ്ബ് അത് വളരെ ഗൗരവത്തിൽ കാണും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ പോലും വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാഭിമാനം ചിരട്ടമാലിട്ടിട്ട് സ്കൂൾ കൂടി കൊണ്ടുനടക്കരുതെന്ന്, മുണ്ട് കീറിയിട്ട് ആ മുണ്ടുടുപ്പിക്കാൻ നിർബന്ധിപ്പിക്കരുതെന്ന്, മലം ചേർത്ത് വസ്ത്രം വൃത്തികേടാക്കിയിട്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂൾ ആസകലം നടക്കാൻ ഒരിക്കലും നിർബന്ധിക്കരുതെന്ന്. ആത്മാഭിമാനം വളരെ പ്രധാനമാണ്. ആത്മാഭിമാനം ലംഘിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. സമ്പത്ത് ഒരാളുടേതു നിങ്ങൾ അപഹരിക്കാൻ പാടില്ല, ഒരാളെയും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അതായത് ധനം, രക്തം, ആത്മാഭിമാനം ഇത് മൊത്തം നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. മറ്റൊരാളുടേത് നിങ്ങളത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് നിരവധിയായ ഹദീസുകളും ആയത്തുകളിൽ നിന്നും നമുക്ക് ഈ അക്രമങ്ങളുടെ ഭീകരത മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളുമൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസ്, അക്രമം എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിലെ അന്ധകാരമായിരിക്കുന്നതാണ്. ഖിയാമത്ത് ആകെ ഇരുട്ടുപിടുങ്ങുന്നു, മുന്നോട്ട് നടക്കാൻ കഴിയില്ല. അക്രമകാരി വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. 7 ഭൂമിയുടെയും അത്രയ്ക്ക് അവനെ ചുറ്റിബന്ധിക്കുമെന്ന് ബുഖാരി തങ്ങൾ തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം. അക്രമത്തെ പല വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതെയാക്കി. ഒരു ദിവസം അവിടുന്ന് ക്ലാസ് എടുത്തു, അക്രമിയാവട്ടെ അക്രമിക്കപ്പെടുന്നവനാവട്ടെ നിങ്ങൾ അവരെ സഹായിക്കണം. ഫഖാല റജുലുൻ, സദസ്യരിൽ ഒരാൾ അന്വേഷിച്ചു, യാ റസൂലല്ലാഹ് ഉൻസുറുഹു ഇദാ കാന മദ്ലൂമ, അക്രമത്തിന് വിധേയനായ ആളെ ഞങ്ങൾ സഹായിക്കും, അതൊക്കെ. പക്ഷേ അങ്ങ് താൻ ലാലിമിനെയും സഹായിക്കാൻ പറയുന്നു. അഫറഅയ്ത ഇദാ കാന ലാലിമ കൈഫ അൻസുറു, ഒരാൾ അക്രമിയാണെങ്കിൽ എങ്ങനെയാണ് അവനെ ഞങ്ങൾ സഹായിക്കുക? ആക്രമിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഇവൻ അക്രമിയാണെങ്കിൽ അവനെങ്ങനെ ഞങ്ങൾ സഹായിക്കുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനെ നീ അക്രമത്തിൽ നിന്ന് വിലങ്ങണം. ഫഇന്ന ദാലിക നസ്റുഹു, ഇതാണ് അവനെ സഹായിക്കൽ. 5 പേർ ഒന്നിച്ച് നിന്നിട്ടൊരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കല്ല. ഒരുത്തിന് ശൈത്താൻ കയറിയിട്ട് അവൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അവനെ തടയണം. പാടില്ലടാന്ന് പറയണം. പാട്ട് പാടിപ്പിച്ച് നടക്കുക, ഡാൻസ് ചെയ്യിപ്പിച്ച് നടക്കുക, തവളച്ചാട്ടം ചാടിക്കുക, ഇതൊക്കെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതാണ്. പാടില്ല. ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ട് തവളച്ചാട്ടം ചാടിക്കുക, സ്കൂളിൻ്റെ ഗ്രൗണ്ട് മൊത്തം തവള ചാടും പോലെ ചാടുക, ഒറ്റക്കാലിൽ നടത്തുക, പാട്ട് പാടിപ്പിക്കുക, ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. ഇത് ആത്മാഭിമാനം തടയുന്നതാണ്. ഇത്തരം എല്ലാ സംഗതികളും ആരൊക്കെ നടത്തുന്നു അവരെ പ്രതിരോധിക്കണം. ഇതാണ് അക്രമിയോടുള്ള സഹായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുൽ, അക്രമത്തെ, ക്രൂരതയെ, പീഡനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ മളുലുമാതി യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ അന്ധകാരമായി രൂപപ്പെടും. വത്തഖുശുഹ, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളെ നശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പിശുക്കായിരുന്നു. അമലഹും അലാ അൻ സഫഖു ദിമാഅഹും, ഈ പിശുക്ക് രക്തം ചൊരിയാൻ അവരെ പ്രേരിപ്പിച്ചു. വസ്തഹല്ലു മഹാരിമഹും, ഹറാമായ കാര്യങ്ങളൊക്കെ ഹലാലാക്കാൻ അവരെ പ്രേരിപ്പിച്ചു പിശുക്ക് കാരണം. അതുകൊണ്ട് പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, അപ്രകാരം അക്രമത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകളാണ് നമ്മൾ പറഞ്ഞത്. റാഗിംഗ് എന്നിട്ട് പോരുക, നമുക്ക് ഗസയിലേക്ക് പോകാം. പാവപ്പെട്ട മക്കളുടെ തലയ്ക്കുമീത് എത്രമേൽ ക്രൂരമായ ഭീകരമായ അക്രമങ്ങളാണ് യാങ്കി ശൈത്താന്മാർ നടത്തിയത്. അത് ദുൽമാണ്. അവനവൻ്റെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുക എന്നുള്ളത് ലോക മര്യാദയാണ്. ഇസ്ലാമിൻ്റെ മാനവിക മൂല്യങ്ങളൊക്കെ തൽക്കാലം മറക്കുക. ലോകം മൊത്തം പാലിക്കേണ്ട ഒരു മര്യാദയാണ് അവനവൻ്റെ നാട്ടിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കുക എന്ന്
എന്നിട്ട് പറയാണ് മൊത്തം ഇവിടുന്ന് ഒഴിവാക്കുന്നു, ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നു, മര്യാദക്ക് നിന്നോളൂന്ന്. എന്ത് കടുത്ത ധിക്കാരം, എന്തക്രമം! പാവപ്പെട്ട ആളുകളെ എന്തെങ്കിലും പേര് തല്ലിക്കൊല്ലുക, പുറത്താക്കുക, കച്ചവടശാലകൾക്ക് തീ കൊടുക്കുക, ബുൾഡോസർ കൊണ്ടുവന്നിട്ട് അവരുടെ വീട് മൊത്തം മാന്തി തകർക്കുക. ഒരു മനുഷ്യന്റെ ഒരു ആയുസ് മുഴുവൻ ഒരു വീട് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഏതോ ഒരു ജാഥ പോയപ്പോ ആ വീടിന്റെ മുകളിൽ നിന്ന് അന്ന് ആ വീട്ടിൽ ഇല്ലാത്ത കുട്ടികൾ, അന്ന് ആ കുട്ടികൾ അമ്മാവിന്റെ വീട്ടിലാണെന്ന് തുപ്പി എന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ അരമണിക്കൂറിനിടയിൽ ബുൾഡോസർ വരിക, ആ വീട് മുച്ചൂടും നശിപ്പിക്കുക. അവിടെ രേഖകളുണ്ട്. നിരവധിയായ വർഷം അധ്വാനിച്ച് ആ വീട്ടിലെ മക്കൾ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളുണ്ട്, അവരുടെ വസ്തുവിന്റെ രേഖകളുണ്ട്. എല്ലാം നശിച്ചു. അതോടുകൂടെ അവർ വസ്തു ഇല്ലാത്തവരായി തീർന്നു. അത് അവരുടേതാണെന്ന് തെളിയിക്കാനുള്ള രേഖ പോലും ഇല്ല. മൊത്തം ബുൾഡോസർ ഊരിക്കൊണ്ടുപോയി. എന്തക്രമാണ്! ഇതൊക്കെ അക്രമമാണ്. ചെയ്യേണ്ടതല്ലാത്ത എന്ത് പ്രവൃത്തി നടത്തുന്നോ ഇതൊക്കെയും അക്രമം തന്നെയാണ്. പടച്ച റബ്ബ് അവന്റെ വിശേഷണമായി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈആ. മനുഷ്യരെ ഒരർത്ഥത്തിലും ഒരു രീതിയിലും അള്ളാഹു ആക്രമിക്കൂല. വലാകിന്നാസ അൻഫുസഹും യദ്ലിമൂൻ. പിന്നെ തെറ്റൊക്കെ ചെയ്തിട്ട് മനുഷ്യൻ നരകത്തിലേക്ക് എത്തുന്നത് അള്ളാഹു പഠിപ്പിച്ച നല്ല രീതികളെ പിന്തുടരാതെ അവൻ സ്വയം നാശം ഏറ്റെടുക്കുന്നതാണ്. സൂറത്ത് യൂനുസിന്റെ 44-ാമത്തെ വചനം അങ്ങനെയാണ്. ഇപ്പൊ ഗസയിൽ ഇങ്ങനെ ബോംബിടുന്നു, കുട്ടികളൊക്കെ ഇങ്ങനെ മരിക്കണ്. നമുക്ക് തന്നെ തോന്നാറുണ്ട്, എന്തുകൊണ്ടാ അള്ളാഹു തആല അതൊന്നും കാണുന്നില്ലേ എന്ന്. അള്ളാഹു തആല അതൊന്നും കാണുന്നില്ലേ എന്ന്. അല്ലെങ്കിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ റബ്ബ് തആല എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനങ്ങൾ പൊളിച്ച് വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല എന്ന് നമ്മൾ തന്നെ തോന്നാറുണ്ട്. പടച്ച റബ്ബ് കൃത്യമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലോ യുആഖിദുല്ലാഹു അന്നാസ ബിദുൽമിഹിം. മനുഷ്യർ ചെയ്യുന്ന കൊടുംപീഡനങ്ങളും ക്രൂരതയും അക്രമവും കാരണം അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ. ഈ ഭൂമിയിൽ ഒരു ജന്തു പോലും അവശേഷിക്കൂല. അത്രമേൽ ക്രൂരത മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബ് അത് അറിയാത്തത് കൊണ്ടല്ല. പിന്നെയോ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. കൃത്യമായൊരു അവധിയുണ്ട്, അതുവരെ അള്ളാഹു ഇതൊക്കെ പിന്തിച്ചിടും. റബ്ബിന്റെ അക്രമങ്ങൾ അള്ളാഹു കാണുന്നു. ബുൾഡോസർ രാജ് കണ്ടുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യരെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് മൃഗീയമായി തല്ലിക്കൊല്ലുന്നത് റബ്ബ് കാണുന്നുണ്ട്. ഇതിനൊക്കെ റബ്ബ് തആല തീരുമാനം നിന്ന ഈ ദുന്യാവിൽ ഒരു മനുഷ്യൻ പോകട്ടെ, ഒരു മൃഗം പോലും ഇല്ലാതെയായി തീരും. നാട്ടിലേക്ക് മൊത്തം അഗ്നി ഇറങ്ങും. ആ സമയത്ത് മനുഷ്യർ മാത്രമല്ല പെടുക. പിന്നെയോ സർവ്വ ജന്തുക്കളും അതിന് വിധേയരാകും. ദുന്യാവിൽ ഒരു ജന്തു പോലും ഇല്ലാതെയാകും. പക്ഷെ റബ്ബ് തആല അങ്ങനെയല്ല തീരുമാനിച്ചത്. യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. കൃത്യമായ സമയം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലോ പിന്നിലോ അല്ലാഹു തആല ഈ വിഷയത്തിൽ ഇടപെടൂല. ഇത് നമുക്ക് ഫലസ്തീൻ്റെ മറുപടിയാണ്. സൂറത്തു നഹ്റിന്റെ 61-ാമത്തെ വചനം. ഇത് കൃത്യമായ രീതിയിൽ സൂറത്ത് ഇബ്രാഹിമിന്റെ 40 മുതലൊക്കെയുള്ള 44 മുതലൊക്കെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമകാരികൾ പ്രവർത്തിക്കുന്ന കൊടും ക്രൂരതയെക്കുറിച്ച് റബ്ബ് തആല അശ്രദ്ധവാനാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന്. ചില ആളുകളൊക്കെ ഇസ്ലാം ശരിയല്ല, അള്ളാഹ് ഇല്ല എന്നുള്ളതിന് തെളിവായിട്ടാണ് ഗസയിൽ അക്രമം എടുത്തത്. പിഞ്ചു മക്കളെ ഇത്രമേൽ ക്രൂരമായി കൊന്നിട്ട് 1-2 ആളുകളല്ല, ഏകദേശം കണക്ക് കിട്ടിയതനുസരിച്ച് 60,000-ത്തിലധികം ആളുകൾ. സ്വന്തം ഭവനത്തിൽ ജീവിക്കാൻ ശ്രമിച്ചവർ, സ്വന്തം ഭാര്യമാരും മക്കളോടൊപ്പം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയവർ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹിക്കാൻ പറ്റാത്ത വിധം മാരകമായ ബോംബിങ്ങിന് അവർ വിധേയരായി. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമകാരികൾ നടത്തുന്ന ഭീകരതയെക്കുറിച്ച് റബ്ബ് തആല ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുരുണ്ടു പോകുന്ന, തള്ളിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനുവേണ്ടി റബ്ബ് തആല കാത്തുവെക്കുകയാണ്. ആ ദിവസത്തെക്കുറിച്ച് പിന്നെയും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം. തലപൊക്കിക്കൊണ്ട് അവർ ഓടിക്കതച്ചു വരും. ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും. അവരുടെ കണ്ണ് ഇമ ചിമ്മാൻ അവർക്ക് കഴിയില്ല, തുറിച്ചു പുറത്തു വന്നിട്ടുണ്ടാകും.
കണ്ണ് തുറിച്ചു വരുന്ന കാരണം ഈ കണ്ണൊന്നും കൂടെ അടക്കാൻ പോലും അവർക്ക് കഴിയൂല. അത്രക്ക് വലിയ ഭീകരതയുടെ ദിനം വരും. അവരുടെ ബുദ്ധിയും തന്ത്രവും വിവേകവും ഇതുവരെ ലോകത്തെ പറ്റിച്ചതും സഹപാഠിയെ ക്രൂരമായി റാഗ് ചെയ്തിട്ട് നിയമത്തിൻ്റെ ഉൾവശത്തിലൂടെ രക്ഷപ്പെട്ടു പോന്നതും ഒക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷെ അഫ്ഇദത്തുഹും ഹവാ, അന്ന് അവരുടെ ചിന്താശേഷി സമ്പൂർണ്ണമായി ഇല്ലാതെയായിട്ടുണ്ടാകും, ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ അവർ നടത്തുന്ന ഒരു കുതന്ത്രങ്ങളും വിജയിക്കൂല. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, അദാബ് വരുന്ന ദിവസത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രവാചകരെ ഈ ജനങ്ങൾക്ക് താക്കീത് നൽകണം. അല്ലദീന ഫയഖൂലുല്ലദീന ളലമു, അക്രമം കാണിച്ച ആളുകൾക്ക് അന്ന് കാര്യം ബോധ്യപ്പെടും, ഞങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലാകും. ഫയഖൂൽ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ഒരിത്തിരി സമയം ഞങ്ങൾക്ക് നീ അനുവദിച്ചു തരണം, ഒരിത്തിരി സമയം. എന്നാൽ നുജിബ് ദഅവതക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം. വനത്തബിഉർ റുസുൽ, പ്രവാചകന്മാരെ ഞങ്ങൾ പിന്തുടരാം. അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മാ ലക്കും മിൻ സവാൽ, നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേടിൽ നിന്നൊരു മാറ്റമല്ല എന്ന് ഇതിന്റെ മുമ്പ് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? ഈ അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു, പുറത്താക്കുന്നു, ഗസയിൽ നിന്നും മൊത്തം ഓടിക്കുന്നു, ഞാൻ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കുന്നു. നിങ്ങളന്ന് ഒരു ശപഥം ചെയ്തിട്ടില്ലായിരുന്നോ? എന്നിട്ട് എന്തേ അതിൽ നിന്ന് ഇപ്പം മാറിയിട്ട് ഇത്തിരി പിന്തിച്ചു തരുമോ, ഞങ്ങൾ നന്നായിക്കോളാന്ന് പറയുന്നത്? ആ ശപഥം തെറ്റിക്കലാണ്. ഈ ശപഥം നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ട് റബ്ബ് തആല അശ്രദ്ധവാനാണെന്ന് ഒരിക്കലും ധരിച്ചു പോകരുത്. ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. സഹോദരനെ പീഡിപ്പിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ വലിയ ആളായി, അവൻ്റെ സ്വത്തൊക്കെ ഞാൻ അടിച്ചു മാറ്റി, അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമുണ്ട് എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ, നമ്മുടെ ഒരു പാർട്ട്ണറെ പറ്റിച്ച് ആ ഒരു ബിസിനസ് സംരംഭം സ്വന്തമാക്കുമ്പോൾ, പാവപ്പെട്ട സ്ത്രീജനങ്ങളെ ആക്രമിക്കുമ്പോൾ, ഭാര്യനെയൊക്കെ കൊടും ക്രൂരത കാണിക്കുമ്പോൾ, ചില ആളുകളൊക്കെ ഉണ്ട് വൃദ്ധയായ ഭാര്യയെ പോലും ഇപ്പോഴും പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. കേട്ടാൽ നിങ്ങൾക്ക് കൗതുകം തോന്നും. എന്ത് കാര്യത്തിന്? മൂപ്പർക്ക് മൂപ്പരുടേതായ കുറെ ആഢ്യത്വങ്ങളുണ്ട്. അത് കൃത്യമായി നടന്നില്ലെങ്കിൽ അപ്പ ശിക്ഷ വിധിക്കുക. അത്തരം ആളുകളൊക്കെ വിരല് കടിക്കുന്ന ദിവസത്തെക്കുറിച്ച് ഖുർആൻ കൃത്യമായി നമ്മളോട് പറയുന്നു. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. അപ്പോഴൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞു അവരോട്. അവസാന യുദ്ധം അനുവദനീയമായ ആയത്തിറങ്ങി, സൂറത്തുൽ ഹജ്ജിലെ 39-ാമത്തെ വാക്യം. യുദ്ധം അനുവദനീയമാകാനുള്ള കാരണം പറയുന്നതും അക്രമമായിരുന്നു. ഉദിന ലില്ലദീന, തീർച്ചയായും സമ്മതം ലഭ്യമായിരിക്കുന്നു. ഉദിന ലില്ലദീന യുഖാത്തലൂൻ, നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന, യുദ്ധം ചെയ്യപ്പെടുന്ന, അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സമൂഹത്തിന് സമ്മതം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബിഅന്നഹും ദുലിമു, അവർ പാവങ്ങളാണ്, അക്രമങ്ങൾക്ക് വിധേയരാണ്, അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം ലഭ്യമായിരിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള ആദ്യത്തെ കൽപ്പന വരുന്നതാണ് ഈ ആയത്ത്, സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ വചനം. അത് യുദ്ധത്തിന് കാരണമായി മുന്നിൽ വെക്കുന്നത് പോലും അക്രമത്തിന് വിധേയരാകുന്നു എന്നതാകുന്നു. അപ്പൊ ക്യാമ്പസിലാവട്ടെ, ക്യാമ്പസിന് പുറത്താവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അതാണല്ലോ അല്ലെങ്കിലും മര്യാദയുടെ ലക്ഷണം. അക്രമം ചെയ്യുന്ന ആളുകൾ തീരെ വിജയിക്കില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട് 2-3 രീതിയിൽ. സൂറത്തുൽ ഫുർഖാന്റെ 19-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ഫഖദ് കദ്ദബൂക്കും ബിമാ തഖൂലൂൻ ഫമാ തസ്തതിഊന സർഫൻ വലാ നസറ വമൻ യുളിം മിൻകും നുദിഖുഹു അദാബൻ കബീറ. ആദ്യ ഭാഗം നമ്മുടെ വിഷയത്തോട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം, സമയം കുറവാണല്ലോ. ഒരാൾ അക്രമം കാണിക്കുന്നുവെങ്കിൽ, വമൻ യുളിം, ഒരാൾ അക്രമം കാണിക്കുന്നുവെങ്കിൽ, മിൻകും, അവരിൽ നിന്ന്, നുദിഖുഹു, അവനെ നാം ടേസ്റ്റ് ചെയ്യിപ്പിക്കും, അദാബൻ കബീറ, ഭീകരമായ ശിക്ഷ. അക്രമിക്ക് വലിയ ശിക്ഷ ഉണ്ടാവും. അള്ളാന്റെ മുമ്പിൽ ഈ അക്രമത്തിന് വിധേയരായ ആളുകളൊക്കെ തൃപ്തിപ്പെടുവോളമുള്ള പ്രതികാര നടപടികൾക്ക് അവർ വിധേയരാവേണ്ടി വരും.
അക്രമം എന്നൊക്കെ പറയുമ്പോഴത്തേന് വെറുതും ഇടിയും കുത്തുവാണെന്ന് മനസ്സിലാക്കരുത്. നാവുകൊണ്ട് ആക്രമിക്കും, ചിലപ്പോൾ അത് ഇടിയേക്കാളും സ്ട്രോങ് ആയിരിക്കും. മാനം കെടുത്തൽ അക്രമമാണ്. ഒരുത്തനെതിരെ അപവാദം പ്രചരിപ്പിക്കൽ അക്രമമാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്തൊക്കെ വെറുതെ ഒരു ആരോപണം കെട്ടിച്ചമച്ച് നമ്മളങ്ങോട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആറ്റം വിഘടിക്കുന്നത് പോലെ സമൂഹത്തിൽ മൊത്തം എത്തിച്ചേരും. ആ മനുഷ്യന് ഇതിലേറെ നല്ലത് 4 അടി കൊടുക്കുകയായിരുന്നു. ഒരു മനുഷ്യനൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പെണ്ണ് മാത്രം മതി. വെറുതെ ഒരു ആരോപണമാണ് കെട്ടിച്ചമച്ചാൽ മതി. പുതിയ കാലം അങ്ങനെ. പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ ഏതെങ്കിലും ഒരാളുടെ പ്രലോഭനത്തിന് വിധേയനായി മറ്റൊരാളെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. അവരുടെ സമ്മതം മാത്രം മതി. പ്രാഥമികമായൊരു അന്വേഷണം നടത്തേണ്ടത് പോലും ഇല്ല. ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യലായി, റിമാൻഡിലായി. 3 മാസം കഴിഞ്ഞിട്ട് പോക്സോ കേസിൽ ജാമ്യത്തെക്കുറിച്ചുള്ള ചർച്ച പോലും വരുള്ളൂ. പിന്നെ ആ മനുഷ്യൻ എന്ത് മാനം ബാക്കി നിൽക്കണം? കുറേ കേസുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരുഷ പീഡനം വല്ലാതെ നടക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്കും ഈ വനിതാ സംഘങ്ങളെപ്പോലെയുള്ള നിയമങ്ങൾ വേണമെന്നും പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ വിഭാഗം രൂപീകരിക്കണം എന്നൊക്കെ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അക്രമം എന്ന് പറഞ്ഞാൽ തല്ലലും കുത്തലും മാത്രമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തന്നെ പറയുന്ന സൂറത്ത് ഷൂറയുടെ 8-ാമത്തെ വാക്യം, വലൗശാ അല്ലാഹു ലജഅലഹും ഉമ്മത്തൻ വാഹിദ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഏക സഹോദരന്മാരും ഏക സമുദായവുമാക്കി മാറ്റും. പക്ഷെ വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതി. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കാരുണ്യം നൽകുന്നു. വല്ലാലിമൂന മാലഹും മിൻ വലിയ്യിൻ വലാ നസീർ. വല്ലാലിമൂന അക്രമികൾ, മാലഹും അവർക്കില്ലേയില്ല, മിൻ വലിയ്യിൻ ഒരു സഹായിയും, വലാ നസീർ അവരെ സ്നേഹിക്കാനും അവരെ മാനിക്കാനും ഒരാളെയും അവർക്ക് കിട്ടൂല. ദുന്യാവിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ അക്രമിനോടൊപ്പം കുറച്ച് ശിങ്കിരികളൊക്കെ ഉണ്ടാവും, ഒരു കാലം വരെ, ഒരു പരിധി വരെ. ചിലപ്പോൾ മക്കൾ തന്നെ ആയിരിക്കും. ചിലർ തറവാട് മഹിമയുടെ വിഷയത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, തറവാട് മഹിമയുടെ വിഷയത്തിൽ. അപ്പം ഞങ്ങളാണ് ഇതൊക്കെ നടത്തേണ്ടതെന്ന് ഒരു തറവാട്ടുകാർക്ക് തീരുമാനിക്കുക. അപ്പം മറ്റേ തറവാട്ടുകാർ ഞങ്ങൾക്ക് എന്താ കുറവ് എന്ന് തീരുമാനിക്കുക. നമ്മളൊക്കെ കണ്ടു ഈയിടെ ഒരു മെമ്പറിൽ കയറിയിട്ട് 2 ആളുകൾ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തറവാടിൻ്റെ കളിയാണ്. ഒരു തറവാട്ടുകാർ ആളാവണത്രേ ഖത്തീബ്, മറ്റൊരു വിട്ടുകൊടുത്തില്ല. 2 കൂട്ടരും ഖത്തീബിനെ കൊണ്ടുവന്നു. ഞങ്ങളെ തോതും പറഞ്ഞിട്ട് 2 കൂട്ടരും ശക്തമായി പോരാട്ടം നടത്തി. അതിനിടയ്ക്ക് ഒരാളെ ഖത്തീബാണ് കയറി, മറ്റേ നോക്കിക്കോ മൂപ്പരോണ്ട് കയറി, 2 ആളും കൂടിയാണ്ട് ഖുത്ബ ഓതി. 2 ആളും കൂടിയും തീവണ്ടിൻ്റെ ഒക്കെ മാതിരി, വിമാനത്തിൻ്റെ ഒക്കെ മാതിരി 2 പൈലറ്റുമാർ. ഇത്തരം ഘട്ടങ്ങളിൽ ആരും മാന്യത കാണിക്കുന്നു അവനാണ് ഏറ്റവും നല്ല വിജയി. ചില തോൽവികളൊക്കെ ഏറ്റവും നല്ല വിജയമായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് വിജയത്തിൻ്റെ മാനദണ്ഡമോ ചവിട്ടുപടിയോ ആയിരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കും, സമൂഹത്തിൻ്റെ മുന്നിൽ വിജയിക്കും. എല്ലാ തോൽവിയും അത്ര മോശമൊന്നുമല്ല. എല്ലാ തോൽവിയും അത്ര മോശമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും തോറ്റിരിക്കുന്നില്ല. ഒരു കുഞ്ഞു കുട്ടിയുടെ മുന്നിൽ, നമ്മുടെ മകളുടെ മുമ്പിൽ, മകൻ്റെ മുമ്പിൽ, പൗത്രൻ്റെ മുന്നിൽ ഏറ്റവും അഹങ്കാരവും ഏറ്റവും ഉഷാറും ഞാനേ പൊതുസമൂഹത്തിൽ വലിയ ആളാണെന്നൊക്കെ കരുതുന്നയാളും ചെറിയൊരു കുഞ്ഞിൻ്റെ മുമ്പിൽ വിനയാന്വിതനാവുന്നില്ലേ? ആവണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ ആളൊന്നും ലോകത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുമില്ല. റസൂൽ തങ്ങളുടെ അടുത്തടുത്തെത്താൻ, അവിടുത്തെ നയലിന് തുല്യമാവാനൊന്നും ആർക്കും പിന്നെയോ മുന്നെയോ സാധ്യമല്ല. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചക്രവർത്തിയാണ്, മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവാണ്. തൻ്റെ ലോകത്ത്, തൻ്റെ ജീവിതകാലത്ത് സമൂഹത്തിന് വേണ്ട എല്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അധ്യാപകനാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ അടുത്തെത്തുമ്പോൾ കേവലം വല്ലിപ്പ മാത്രമായിത്തീരുന്നു. ഇതൊരു തോൽവിയാണോ? ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സുഗന്ധമാണത്, മനോഹാരിതയാണത്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ റസൂൽ തങ്ങൾ അവരെങ്ങനെ കൊണ്ടുനടക്കുകയാണ്. അമ്പക്കളി ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ, ആ പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. 2 ആളും ഇങ്ങനെ പിടിച്ചിരിക്കണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സൗകര്യത്തിന് ഇങ്ങനെ മെല്ലെ നടന്നു കൊടുക്കണം.
സൽമാൻ അൽ ഫാരിസി തങ്ങൾ കണ്ടപ്പോൾ കൗതുകം തോന്നി. അവിടുന്ന് പറഞ്ഞു, ആ മക്കളെ, നല്ല വാഹനമാണല്ലോ നിങ്ങളുടേത്, ഇത്ര മുന്തിയ വാഹനം വേറെ എവിടെയും കിട്ടൂലല്ലോ എന്ന്. അയ്യേ, പുറമത്തെ ഒരാൾ കണ്ടുപോയോ, ഇനി എന്താ നമ്മൾ ചെയ്യുക? അതെ, ഞാനിങ്ങനെ കിടക്കുകയായിരുന്നു, ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോഴത്തേന് അവരിങ്ങോട്ട് കയറി, ഞാൻ അവരങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ ശ്രമിച്ചപ്പോഴത്തേന് നിങ്ങളിങ്ങോട്ട് വന്നു. ഇങ്ങനെയൊക്കെയാണ് റസൂൽ പറഞ്ഞത്? അല്ലല്ല യാ സൽമാൻ, യാത്രികരും അത്ര മോശക്കാരല്ല എന്നാ പറഞ്ഞത്. വാഹനം നല്ല ഉഷാറാന്നാ മൂപ്പരാൾ പറഞ്ഞേ. ഈ വാഹനപ്പുറത്തേറി പോകുന്ന ആളുകളും തീരെ മോശക്കാരല്ല, വലിയ ഉഷാറുള്ളവരാണ്. ആ കുട്ടികളുടെ മനസ്സിനൊപ്പം നിന്നു. തേടാ വരുന്നു എന്നും പറഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എന്താകുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാന്ന് ആലോചിക്കുക. ഈ കുട്ടിയുടെ മുമ്പിൽ ഇക്കളി കളിക്കുന്നതോടുകൂടെ അങ്ങോട്ട് പോയോ എല്ലാ വിലയും നിലയും ഒക്കെ. ചില അധ്യാപകരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില വാപ്പമാരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കളോടൊന്ന് നേരാവണ്ണം സംസാരിച്ചാൽ വിലട് പോയി പോവും, അതുകൊണ്ട് ഒരു നല്ല ഭാഷ പറയരുത്. ഇപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പോകണ്ടായിരുന്നു, 2-3 വട്ടം മുമ്പിന് മെയിൻറ്റ് ചെയ്യൂല. പിന്നെ ഒരു കുരക്കല് ഇങ്ങനെയൊക്കെ ആവുമ്പോഴേ വാപ്പാവുള്ളൂന്നുണ്ടോ, വല്യപ്പാവുള്ളൂന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും ജയിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു സന്തോഷമേ അല്ലെന്ന് മനസ്സിലാക്കണം. പലയിടത്തും തോൽക്കണം, ആ തോൽവിക്ക് വിജയമുണ്ട്, വിജയത്തിൻ്റെ മാധുര്യമുണ്ട്, വിജയത്തിൻ്റെ കാരണമായിട്ട് അത് മാറുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിണങ്ങിയ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിണങ്ങിയ ആളുകളിൽ ആരാണ് മിണ്ടാൻ ചെല്ലണത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന്. പിണങ്ങിയ ആളുകളിൽ ആരാണോ മിണ്ടാൻ ചെല്ലണത് അവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ. മൊത്തം അതിൻ്റെ നന്മയെ 100 പകുത്ത് 99 ആദ്യം മിണ്ടാൻ ചെന്ന ആൾക്ക് കിട്ടും. പിന്നെ ഇവൻ്റെ ശല്യം കൊണ്ട് ഇവങ്ങനെ പിന്നാലടന്ന് മിണ്ടുക. എത്ര എഴുതിയിട്ടാ അപ്പം ഇങ്ങനെ നടക്കുക എന്ന് കരുതി ഒരു മിണ്ടലും മിണ്ടണവന് 1% കിട്ടുള്ളൂ. ഇത് ശരിക്കും തോൽവിയാണ്. ഇവന്റെ മുമ്പിൽ മാത്രം തോൽവി, പടച്ച റബ്ബിന്റെ മുന്നിൽ വലിയ വിജയം, പരലോകത്ത് വലിയ വിജയം, മലാഖമാരുടെ ലിസ്റ്റിൽ 1ാം റാങ്ക്. അപ്പൊ റാഗിങ് ആവട്ടെ, മറ്റേത് വിധത്തിലുള്ള പീഡനമാവട്ടെ, മറ്റൊരാളെ അത് ഏൽപ്പിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം തീരെ സമ്മതിക്കുന്നില്ല. സാമ്പത്തിക രംഗത്തുള്ള പീഡനങ്ങൾ നമുക്കറിയാം, നിയമപരമായി പീഡനങ്ങളിൽ അകപ്പെടുത്തുന്നത് നമുക്കറിയാം. ചില കേസിലൊക്കെ ചില സാധു മനുഷ്യന്മാരെ കുടുക്കിയിട്ട് ജീവിതം മുഴുവൻ അതിൻ്റെ പിറകെ നടക്കേണ്ട ദുരന്തം. ഗവൺമെൻറ്റുകളൊക്കെ പല രീതിയിലുള്ള പീഡനങ്ങൾ നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, എല്ലാത്തിനും വിധേയരാകും. കേരളത്തിൽ പോലും ഉണ്ടല്ലോ ചില പാകിസ്ഥാനികൾ. ഇന്ത്യ വിഭജന കാലത്ത് അവർ അബദ്ധത്തിൽ പാകിസ്ഥാന് പെട്ടു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അവിടെ കച്ചവടത്തിന് പോയവരാണ്, അവിടെ ജോലിക്ക് പോയവരാണ്. പക്ഷേ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ആ നിമിഷത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഒരു സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പെട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരലും മമ്നുവായി, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റാതെയായി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിസാ ചട്ടങ്ങളൊക്കെ വന്നപ്പോൾ അവർ നിയമപ്രകാരം അവിടുന്ന് അവരുടെ മക്കളുടെ അടുത്തേക്ക്, അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ പൗരന്മാരാണ്. എങ്ങനെങ്കിലും പിടിച്ച് പുറത്താക്കണം. ഈ പിടിച്ച് പുറത്താക്കണത് ആരടുത്തു നിന്നാണ്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കണം മക്കളുടെ അടുത്തുനിന്ന്, ഭാര്യയുടെ അടുത്തുനിന്ന്, മാതാവും പിതാവും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന്. ഇവരിന്ത്യക്കാരല്ല, പാകിസ്ഥാനികളാണെന്നാണ്. ഒരു പാകിസ്ഥാനിയെയും ഇന്ത്യയിലേക്ക് കടത്തണമെന്ന് നമുക്ക് ആർക്കും വാദമല്ല, അത് പാടില്ല. താനും ഏത് ഗവൺമെൻറ് ചെയ്താലും അത് പാടില്ല, അവരവരുടെ രാജ്യത്ത് ജീവിക്കട്ടെ. പക്ഷേ ഇന്ത്യനായിരിക്കെ ചില നിയമക്കുരുക്ക് മാത്രം വെച്ച് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന അത്തരം വിഷയങ്ങളിൽ തീരെ ഒരു ധാർമ്മിക ചിന്തയില്ലാതെ ഇவ்விധം പ്രവർത്തിക്കുമ്പോൾ അത് കഠിനമായ അക്രമമായി മാറുന്നു. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായി വളരണം. ക്യാമ്പസുകളിൽ ഇനിയും സന്തോഷം പൂവിടണം. പഠനം ഒരു പ്രധാന സംഭവമായി മാറണം. പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിശ്ചയിച്ചു കൊടുക്കണം. വിദ്യാർത്ഥി എന്നതിനപ്പുറം എല്ലാ സമരം ഏറ്റെടുക്കുന്നവരാകാൻ പാടില്ല. എല്ലാം ഞങ്ങൾ ചെയ്തിരിക്കണം എന്നൊരാൾക്കും തോന്നാനും പാടില്ല. വലിയ സാമ്പത്തിക ബാധ്യതകളുള്ള പരിപാടികളൊന്നും വിദ്യാർത്ഥിക്ക് സംഗതമല്ല. അതൊക്കെ നടത്തേണ്ടവർ അവരല്ലാത്തവരാണ്. ഏത് വിധം ഏത് ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ ദീനീ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധിപ്പിക്കണം. ഇന്ന സംഘടന എന്ന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ വയ്യ. പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു സംഘടന ഉണ്ട്, സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ.
ഇതുവരെ ഒരൊറ്റ കോളേജിലും അവർ പ്രിൻസിപ്പളെ മേൽ കരിയലൊഴിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ക്യാമ്പസിലും അവർ പൂച്ചട്ടി തകർത്തിട്ടില്ല, ഗ്ലാസ് മുറിച്ചിട്ടില്ല. ഒരു ക്യാമ്പസിലും ഇതുവരെ 10,000-കണക്കിന് SSFന്റെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് ഒരു ക്യാമ്പസിലും ഇതുവരെയും ഒരു റാഗിങ്ങും അവരുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ 100%. എന്തുകൊണ്ട്? അവർ ഭൗതികമായി പഠിക്കുമ്പോൾ മതത്തിനും പ്രാധാന്യം നൽകുന്നു. ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം മതപാഠങ്ങളും അവർക്ക് സംഘടന നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാതാവിനെ മാനിക്കാനും അധ്യാപകനെ മാനിക്കാനും ഇതെൻ്റെ സഹപാഠിയാണെന്നും അവനും എന്നെപ്പോലെ പഠിക്കാനാണ് ഈ ക്യാമ്പസിലേക്ക് വന്നതെന്നും അവൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കലല്ല എൻ്റെ ഈ ക്യാമ്പസ് പ്രവേശത്തിൻ്റെ ലക്ഷ്യമെന്നും കൃത്യമായ ബോധത്തോടുകൂടെ നിലവിലുള്ള സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി പഠനരംഗത്തും സാമൂഹിക സേവന രംഗത്തും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ദീനീപരമായ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയിലേക്ക് നമ്മുടെ മക്കളെ ഏത് ക്യാമ്പസിലാണെങ്കിലും ബന്ധപ്പെടുത്തണം. മറ്റ് സംഘടനകൾ അനുഭവിച്ച് എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചൊരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഈ സദസ്സിൽ എല്ലാവരും SSFനെ ഇவ்விധം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ SSF സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് വന്ന് വരുന്നവരാണ് പോകുന്നവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഞാനിത് വിശാലമായിട്ട് തന്നെ പറയണത്. പക്ഷേ ഇതുവരെയും ക്യാമ്പസിൽ ഒരു റാഗിങ്ങും ആ വിദ്യാർത്ഥിയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് വളരെ പ്രധാനമാണ്. അതൊരു വസ്തുതയുമാണ്. വസ്തുതയെ നിഷേധിക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ ദിക്റൽക്കുകൾ ഉണ്ടാവും, നാട്ടിൽ പള്ളിയിലുണ്ടാകും, പള്ളിയിൽ വിവിധങ്ങളായ പരിപാടികളുണ്ടാവും. അവിടേക്കൊക്കെ വിദ്യാർത്ഥികളെയും കൊണ്ടുവരണം. എന്താണ് ഈ മതത്തിൻ്റെ ആത്മാവ് എന്നവർ പരിചയപ്പെടണം. പഠിക്കാനുള്ളതല്ലേ എന്ന് കരുതിയിട്ട് അവരങ്ങനെ നടക്കുക. അതിനിടയ്ക്ക് മയക്കുമരുന്ന് പോലെയുള്ള എല്ലാ ദൂഷ്യതകളും അവർക്ക് ശീലാവും. അത് പിതാവ് അറിയുക പോലുമില്ല. അറിയണം പിതാവ്. മതനിഷേധം അവരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം, കാവൽ നിൽക്കണം. അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ നിന്ന് മാറി പിശാച്ചും ചെകുത്താനുമായി അവർ ആയിത്തീരും. അതിനാണ് കോച്ചിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ എത്തിസം എന്ന് പറയുന്ന പീറ്റർ സിംഗറിൻ്റെ, ലോകപ്രശസ്തനാകുന്ന യുക്തിവാദി പീറ്റർ സിംഗറിൻ്റെ പുസ്തകം, അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 സാധനവും മനുഷ്യനൊക്കൂല. ഒന്ന്, വികലാംഗ കുട്ടികളെ കൊല്ലണം എന്നാണ്. വികലാംഗരായി ജനിച്ച വളരുന്ന കുട്ടികളെ കൊല്ലണം. അവർക്ക് ജീവിക്കാൻ അവകാശമില്ല. അവരുടെ അടിസ്ഥാന തത്വം അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എവല്യൂഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ചാൽ പ്രകൃതി നിർദ്ധാരണം. പ്രകൃതിയുടെ എല്ലാ അക്രമങ്ങളെയും പീഡനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്കേ അടുത്ത തലമുറയിലേക്ക്, സ്പീഷീസിലേക്ക്, ജീവിവർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ കാലിന് ഇങ്ങനെ കൊക്കറുള്ള ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം ഓടാൻ കഴിയില്ല, ബസ് കയറാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ജീവിക്കാൻ പാടില്ല, അവനെ കൊന്നുകളയണമെന്നാണ്. ഇത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ സഹപാഠിയെ കൊല്ലണീനോ അവൻ്റെ പുറം മൊത്തം വൃത്തം വരച്ച് നശിപ്പിക്കുന്നതിന് ഒരു വിഷമം ഉണ്ടാവില്ല. പിന്നെ മൃഗരതിക്ക് പോലും വാദിക്കുന്നു. നെക്രോഫീലിയ, ശവരതിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. മതാണൊക്കെ കൊളാക്കണത് എന്നാണ് അവർ പറയണത്. എൻ്റെ മുന്നിൽ പ്രമാണങ്ങളുണ്ട്, അത് വായിക്കേണ്ട ഒരു വേദിയല്ലല്ലോ ഇത്. മതാണ് ഈ കൊളാക്കണത്. മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ശവരതി നടത്താം, മൃഗരതി നടത്താം, സ്വന്തം സഹോദരിയെയും മോളെയും വ്യഭിചരിക്കാം. ഈ മതമാണ് പ്രശ്നമാക്കുന്നത്. അതുകൊണ്ട് മതം വിടൂ, മതം വിടൂ, മതം വിടൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ മതം വിടൂ, മതം വിടൂ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം വിടാനുള്ളതല്ലെന്നും ആവാഹിക്കാനുള്ളതെന്നാണെന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും അവൻ്റെ ആത്മാവിൻ്റെ സംഗീതവും അവൻ്റെ നെഞ്ചിൻ്റെ കാതലും മതമാണെന്ന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ റാഗിങ് ഉണ്ടാവില്ല. അവരാരെയും കൊല്ലൂല, അവരാരെയും വത്സിക്കൂല. ഇതില്ലാതെയാകുന്നത് കൊണ്ട്, വെറും ഒരു ജീവിയായി മാറുന്നത് കൊണ്ട്. ഞാൻ ഈയിടെ വായിച്ച ഡോക്ടർ VP ഗംഗാധരൻ്റെ, അദ്ദേഹം വലിയ ഓങ്കോളജിസ്റ്റാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത കാഴ്ചകൾ എന്ന പുസ്തകമുണ്ട്. അതിൻ്റെ 95-ാം പേജിൽ അദ്ദേഹം പറയുന്നു, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഉപഭോഗ വസ്തു മാത്രമായതാണ് ഇന്നത്തെ പ്രശ്നം എന്ന്. ഹ്യൂമൻ റിസോഴ്സാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വിപണി വസ്തു മാത്രമാണ്. ഇതിനെത്ര മൂല്യമുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്.
ഇതിനെക്കൊണ്ട് എന്തൊക്കെ സമ്പാദ്യം നേടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മോൻ ഇന്ന കോഴ്സ് പഠിച്ചാൽ ഈ മോനെ ഉപയോഗിച്ച് എത്ര പണം സ്വരൂപ് കൂട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവൻ്റെ ആത്മാവിനെ വികസിപ്പിക്കാൻ, അവൻ്റെ മനസ്സിനെ നല്ലവണ്ണം പരിശീലിപ്പിച്ച് വളർത്താൻ ആർക്കും സാധിക്കണില്ല. അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ ശരി. മൂല്യം നോക്കുകയല്ല, അവനെ കൊണ്ട് എത്ര പണം കിട്ടുമെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നും അറിയാൻ റാഗിങ് ഇല്ലാതെയാവും. അല്ലെങ്കിൽ അതടക്കമുള്ള എല്ലാ അക്രമങ്ങളും നിർബാധം തുടരുകയും ചെയ്യും. നല്ലവരായി വളരാൻ, നല്ലവരായി ജീവിക്കാൻ, നല്ലവരായി മരണപ്പെട്ട് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും മാറി നിന്ന് യഥാർത്ഥ മനുഷ്യരാവാൻ നമുക്കും അവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.